ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, ഇതൊരു വർക്കല ട്രിപ്പ് വ്ളോഗാണ്. കണ്ണൂരിൽ നിന്ന് വൈകുന്നേരം 3:30 വന്ദേ ഭാരത്. ഞാനിപ്പോൾ പോകുന്നത് ചെങ്ങന്നൂരേക്കാണ്, എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട്. അവിടെ ഇന്ന് സ്റ്റേ ചെയ്തിട്ട് നാളെ വർക്കലേക്ക് പോകാനാണ് പ്ലാൻ. ഏകദേശം 4-5 വർഷമായി നമ്മൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഈ ഓടി വരുന്നവരാണ് എൻ്റെ ഫ്രണ്ട്സ് ഫെബ, കൃപ, ഷിക. അപ്പോൾ നമ്മൾ കോളേജ് തൊട്ടേ പ്ലാൻ ചെയ്യുന്നുണ്ട്. വലുതായിട്ട് ജോലിയൊക്കെ കിട്ടിയതിന് ശേഷം നമുക്ക് എവിടെയെങ്കിലും ട്രിപ്പ് പോകണമെന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറേ വർഷമായി. അപ്പോൾ ഇതിപ്പോൾ 2024 അത് നടക്കാൻ പോവാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് കൃപേൻ്റെ വീട്ടിലാണ്. ഈ ഗ്രീൻ ഡ്രസ്സ് ഇട്ടതാണ് കൃപയുടെ വീട് ചെങ്ങന്നൂരാണ്. മറ്റ് രണ്ടാളെ വീടും അടുത്തടുത്ത് തന്നെയാണ് വരുന്നത്, തിരുവല്ലയിലും ആലപ്പുഴയിലും ആയിട്ടാണ് വരുന്നത്. കൃപേൻ്റെ വീട്ടിലെത്തിയപ്പോൾ തന്നെ നമ്മളെ വരവേൽക്കാനായി കാത്തുന്നത് നമ്മുടെ സ്വന്തം ജൂലിക്കുട്ടിയാണ്. ഇത് കൃപയുടെ പെറ്റാണ്. മാത്രമല്ല ആൻറ്റി നമുക്ക് ഒരുപാട് ഫുഡാക്കിയിട്ടുണ്ടായിരുന്നു. അവളെ അമ്മ ബിരിയാണി ഒന്നും വേണ്ടെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല അടിപൊളി നാടൻ ഭക്ഷണമായിരുന്നു. അതിനുശേഷം നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കുറേ സംസാരിച്ചു. ഏകദേശം 4 വർഷത്തെ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. നെക്സ്റ്റ് ഡേ രാവിലെ 9 മണിക്കായിരുന്നു നമുക്ക് വർക്കലയിലേക്ക് ട്രെയിൻ. അതുകൊണ്ട് വേഗം തന്നെ എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ രാവിലെ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ എണീച്ച് റെഡിയായി വർക്കലയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് താഴെ പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ടു. 9 മണിക്കാണ് നമുക്ക് വർക്കലയിലേക്കുള്ള ട്രെയിൻ വരുന്നത്. ഏകദേശം ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വർക്കലയിലെത്തും. രാവിലെ തന്നെ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ ട്രിപ്പ് ഫ്ലോപ്പ് ആവുമെന്ന് എല്ലാവർക്കും പേടിയുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി 4 ടിക്കറ്റും എടുത്ത് പ്ലാറ്റ്ഫോം നമ്പർ 1 നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ യൂട്യൂബ് വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പം തൊട്ട് തുടങ്ങിയ പട്ടി ഷോ ആണ് ഇവർക്ക് ഇവരുടെ സ്വന്തം കളർഫുൾ പട്ടികളെ വീഡിയോയിൽ കാണിക്കണം എന്ന് പറഞ്ഞു. അതാണ് നിങ്ങൾ ഈ കാണുന്ന കോപ്രായങ്ങൾ. അങ്ങനെ കറക്റ്റ് 9 മണിയാകുമ്പോൾ തന്നെ ട്രെയിൻ വന്നു. നമ്മൾ വർക്കലയിലേക്ക് വിട്ടു. കുറേ നാളിന് ശേഷമാണ് ഇങ്ങനെ ട്രെയിനിൽ ഒരുമിച്ച് യാത്ര ചെയ്യുന്നത്. ഒരു 11 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ വർക്കലയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. വർക്കലയിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ നിൽക്കുന്ന റിസോർട്ടിലേക്ക് ഏകദേശം 15 മിനിറ്റാണ് വരുന്നത്. ഇതാണ് റിസോർട്ടിൻ്റെ പേര്. ആൻറ്റ്ലിയ ചാലറ്റ് എന്നാണ് പേര്. ഒരു ബീച്ച് വ്യൂ റിസോർട്ടാണിത്. ഇത് നമ്മൾ ബുക്ക് ചെയ്തത് ഇൻസ്റ്റാഗ്രാം വഴിയാണ്. അല്ലാതെ അഗോഡ അങ്ങനത്തെ ആപ്ലിക്കേഷനിലൊന്നും ഇത് ഉണ്ടായിട്ടില്ല. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അന്വേഷിച്ചപ്പോൾ കിട്ടി. അപ്പോൾ തന്നെ വിളിച്ച് ബുക്ക് ചെയ്തതായിരുന്നു. 11:30 ചെക്ക് ഇൻ. നമ്മൾ നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ അവർ ഓൾറെഡി റൂം ക്ലീൻ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് നമ്മൾ പുറത്തെ കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിങ്ങനെ നടന്നു. നല്ല അടിപൊളി വ്യൂ ആണ്. നിങ്ങൾക്കിപ്പം ഇതിൽ മുന്നിൽ കാണാൻ പറ്റും. നമ്മുടെ റൂമിൽ നിന്ന് നേരെ കാണുന്നത് ഇങ്ങനത്തെ ബീച്ചാണ്. ഇത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. നല്ല വിശപ്പില്ലോണ്ട് ആദ്യം തന്നെ ഞാൻ നോക്കി വെച്ചത് വല്ല റെസ്റ്റോറൻറ്റും ഉണ്ടോയെന്നാണ്. അപ്പോൾ നല്ല അടിപൊളി കുറേ റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്, ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റ് ഒക്കെ ഉണ്ടെന്ന് ഞാൻ കണ്ടുപിടിച്ചു. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ചെക്ക് ഇൻ ചെയ്യാൻ ലേറ്റ് ആവുമല്ലോ. 11 മണി ആയതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും അവൈലബിൾ അല്ലായിരുന്നു. അങ്ങനെ നമ്മൾ ബ്രെഡ് ഓംലെറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ റൂമിലേക്ക് കയറാൻ പോവാണ്. ഇത് ആൻറ്റ്ലിയ ചാലറ്റിൻ്റെ എ ഫ്രെയിം റൂമാണ്. 6 പേർക്ക് നിൽക്കാൻ പറ്റുന്നത്. 7,000 റുപ്പീസാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. എ ഫ്രെയിം റൂമിലൊക്കെ താമസിക്കാൻ ഇഷ്ടമുള്ളവർക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെടും. നോർമലായിട്ടുള്ളൊരു റൂമായിരുന്നു. നമുക്ക് കുടിക്കാൻ വെള്ളം ഉണ്ടായിരുന്നു, പിന്നെ ടീ കോഫി പാക്കറ്റ്സ് ഉണ്ടായിരുന്നു, കെറ്റിലുണ്ടായിരുന്നു, ഒരു TV, 2 ചെയർ ഉണ്ടായിരുന്നു, പിന്നെ ഒരു 2 സോഫ സെറ്റ് ഉണ്ടായിരുന്നു, പിന്നെ നല്ല ബെഡായിരുന്നു. ഇവിടെ നമുക്ക് 4 പേർക്ക് ഇവിടെ തന്നെ കിടക്കാൻ പറ്റി. എക്സ്ട്രാ ബെഡും അവർ തരുന്നുണ്ട്. പിന്നെ ഒരു ഷെൽഫും, പിന്നെ AC ആണ് റൂം. പിന്നെ ഇങ്ങനത്തെ കുറച്ച് ഇൻറ്റീരിയർ ഐറ്റംസും കൂടിയുണ്ട്. മൊത്തത്തിലൊരു പ്രെറ്റി ഡീസൻറ്റ് റൂമാണെന്ന് തന്നെ പറയാം. പിന്നെ ബാത്റൂമും നല്ല രീതിയിൽ നീറ്റായിട്ടുള്ള ബാത്റൂം തന്നെയാണ്. നമുക്ക് ആവശ്യമായിട്ടുള്ള ടോയ്ലറ്ററീസും ഐറ്റംസൊക്കെ ഉണ്ട്. ഇതൊന്നുമല്ല ഈ റൂമിൻ്റെ സ്പെഷ്യാലിറ്റി. ഈ റൂമിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ റൂം ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നേരെ മുന്നിൽ ഒരു ഡോറാണ് വരുന്നത്. ആ ഡോർ ഓപ്പൺ ചെയ്യുമ്പോഴുള്ള വ്യൂ ആണ് ഈ റൂമിനെ ഏറ്റവും ഭംഗിയാക്കുന്ന ഒരു സംഭവം. അങ്ങനെ നമ്മൾ ഫ്രഷപ്പായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടൊന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും മഴ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സന്തോഷത്തിലായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് റീൽസും പിക്ചേഴ്സൊക്കെ എടുത്തു. അങ്ങനെ വിശന്ന് വയ്യാണ്ടായി. ഒരു 3 മണിയായിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തത് ഫ്രൈഡ് റൈസും ബട്ടർ ചിക്കനും ലൈം ജ്യൂസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഫുഡ് അടിപൊളിയാണെന്ന് ചോദിച്ചാൽ അടിപൊളിയല്ല, എന്നാലും കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു. അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു.
അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നടക്കുമ്പോഴായിരുന്നു നമ്മൾ ഇത് കണ്ടിട്ടുണ്ടായത്. ഈ ചേച്ചി നമ്മളെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു ഇതുപോലെ ഇങ്ങനെ ഹെയർ ത്രെഡ് വെച്ച് പിൻ ചെയ്ത് തരുന്നുണ്ട്. അപ്പം നമ്മൾ വെച്ച് ചെയ്യാമെന്ന് എനിക്ക് പണ്ടേ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു സംഭവമായിരുന്നു ഗോവയിലൊക്കെ പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ ഇത് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനും കൃപയും മാത്രമേ ചെയ്തുള്ളൂ. മറ്റവർ ഉറക്കം വന്നിട്ട് നേരെ റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇത് ചെയ്ത് കഴിഞ്ഞപ്പം വേറെ തന്നെ ഒരു ലുക്ക്, ഒരു ബോഹോ ലുക്ക് തന്നെ ആയി. അതിനുശേഷം നമ്മൾ റൂമിൽ കുറച്ച് നേരം കിടന്നുറങ്ങി. പിന്നെ രാത്രിക്ക് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതായിരുന്നു. അതാണ് നിങ്ങൾ ഈ കാണുന്നത്. തന്തൂരി ചിക്കനും റൊട്ടിയായിരുന്നു നമ്മൾ കഴിച്ചിട്ടുണ്ടായത്. ഇത് വർക്കലയിലെ ഡാർജിലിംഗ് കഫേ എന്ന് പറയുന്നൊരു കഫേയാണ്. ഇവിടെ തന്നെ നല്ല അടിപൊളി മലയാളം സോങ് വെച്ചിട്ടുണ്ടായിരുന്നു. കോപ്പി റൈറ്റ് വരുന്നതുകൊണ്ടാണ് ഞാൻ സോങ് വെക്കാത്തത്. അതുപോലെ തന്നെ ഇവിടെ ഡാൻസ് പാർട്ടിയും ഫേസ് പെയിൻറ്റിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും ഇല്ല, നമുക്കെന്തോ ഭാഗ്യമുള്ളതുകൊണ്ട് നമുക്ക് ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റി. അപ്പം ഇതായിരുന്നു ഫേസ് പെയിൻറ്റ് ചെയ്യുന്ന ചേട്ടനല്ല, നമ്മളെക്കാളും ചെറുതാണ്. അപ്പം അവൻ ഈ ഡൊണേഷൻ്റെ പേരിൽ ചെയ്യുന്നതാണ്. നമുക്കിതിന് പേയ്മെൻ്റ് ഒന്നും കൊടുക്കണ്ട. ആർക്കെങ്കിലും പേയ്മെൻറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒരു ഡൊണേഷൻ ബേസിൽ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനൊരു ബട്ടർഫ്ലൈ ആയിരുന്നു വരക്കാൻ പറഞ്ഞിട്ടുണ്ടായത്. അതിനുശേഷം ഒരു 3-4 മണിക്കൂർ ഡാൻസും ചെയ്തിട്ടാണ് നമ്മൾ റൂമിലേക്ക് പോയത്. പിറ്റേന്ന് രാവിലെ 11:30 നമ്മൾ ചെക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് വർക്കലയിൽ വന്നിട്ട് സ്റ്റേ ചെയ്യണമെങ്കിൽ ആൻഡ്ലിയ ചൈൽഡ് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ വരുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. താങ്ക് യു.